ഇന്ത്യൻ സൂപ്പർ ലീഗിനായുള്ള പുതിയ ടെൻഡർ നടപടിയിൽ ഒറ്റ ലേലക്കാരെ പോലും ആകർഷിക്കാൻ കഴിയാതെ വന്നതോടെ ISLന്റെ പുതിയ സീസന്റെ നടത്തിപ്പിന്റെ കാര്യത്തിൽ ഫെഡറേഷന് വലിയ തിരിച്ചടിയാണ് ഏറ്റിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ISLന്റെ നടത്തിപ്പിന്റെ കാര്യത്തിൽ വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ISLന്റെ വാണിജ്യ കരാറിലുള്ള തന്ത്രങ്ങൾ സമഗ്രമായി ഉടച്ചു വാർക്കാൻ ഫെഡറേഷനോട് സുപ്രീം കോടതി നിയമിച്ച സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ ISLന്റെ വാണിജ്യ കരാറിൽ കരാറുകാരേക്കാൾ ഫെഡറേഷന് ലാഭം കിട്ടുന്ന രീതിയിലായിരുന്നു ചട്ടങ്ങൾ നിർദ്ദേശിച്ചിരുന്നതെന്ന് വ്യാപകമായി ആക്ഷേപമുണ്ടായിരുന്നു. അതുമൂലമാണ് കരാർ സ്വന്തമാക്കാൻ ആരും ശ്രമിക്കാതിരുന്നതെന്നും വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ സുപ്രീം കോടതി നിയമിച്ച സമിതി കരാറിലെ വ്യവസ്ഥകൾ സമഗ്രമായി ഉടച്ചു വാർക്കാൻ ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ ഫെഡറേഷന് കരാറിലുള്ള വ്യവസ്ഥകൾ അയവ് ചെയ്യേണ്ടി വരും. കരാറുള്ള വ്യവസ്ഥകൾ മാറുന്നതോടെ ഫെഡറേഷന് ISL നടത്തുവാൻ പുതിയ വാണിജ്യ പാർട്ണറെ ഉടൻ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ.